സ്റ്റേക്ക് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് +2 അക്കൗണ്ടൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതിൽ ആദ്യം എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണ്, അതിൽ ഒരു പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്തു. ഇനി നമ്മളിന്ന് പഠിക്കുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ടിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ആ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്, അത് പോയിട്ട് കാണുക. അതിൻ്റെ തുടർച്ചയാണ് ഇനി അങ്ങോട്ടുള്ള ഓരോ ക്ലാസ്സുകളും. അപ്പോൾ നമുക്ക് ഇന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ കുറിച്ച് പഠിക്കാം അല്ലേ. എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇറ്റ് ഈസ് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ ട്രേഡിംഗ് കൺസേൺ. സാധാരണ ലാഭം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് തുല്യമായ ഒന്നാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്നുള്ളത് +1 നമ്മൾ പഠിച്ചതാണ് അല്ലേ. അത് എങ്ങനെയാണ്, അതിൻ്റെ ഫോർമാറ്റ് എന്താണ്, അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്ത് വരും, ക്രെഡിറ്റ് സൈഡിൽ എന്ത് വരും, അത് ഓർത്തെടുത്താൽ തന്നെ ഇതിലെ പല കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇസ് എ നോമിനൽ അക്കൗണ്ട്. സോ ഇറ്റ്സ് എ നോമിനൽ അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ടു അസർടൈൻ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ബൈ എൻറ്ററിങ് റവന്യൂ ഐറ്റം ഫോർ എ പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരിയഡ്. ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു ലാഭേതര സംഘടന റവന്യൂ വരവുകളും റവന്യൂ ചെലവുകളും റവന്യൂ റെസിപ്റ്റും റവന്യൂ എക്സ്പെൻഡിച്ചറും രേഖപ്പെടുത്തിക്കൊണ്ട് ആ സ്ഥാപനത്തിൽ സർപ്ലസ് ആണോ അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടെത്താൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു നോമിനൽ അക്കൗണ്ടാണ് എന്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് തയ്യാറാക്കുന്നത് ചോദിച്ചാൽ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ, മിച്ചമാണോ അല്ലെങ്കിൽ കമ്മിയാണോ എന്ന് കണ്ടെത്താൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു നോമിനൽ അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് തുല്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതുകൊണ്ട് തന്നെ ഓൾ എക്സ്പെൻസസ് ഓർ ലോസസ് ആർ ഡെബിറ്റഡ്. ഓൾ എക്സ്പെൻസസ് ഓർ ലോസസ് ആർ ഡെബിറ്റഡ് ആൻഡ് ഓൾ റെസിപ്റ്റ്സ് ആൻഡ് ഗെയിൻസ് ആർ ക്രെഡിറ്റഡ്. എല്ലാ വരവുകളും അതുപോലെ വേറെ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യുന്നു. എല്ലാ ചെലവുകളും എന്തെങ്കിലും നഷ്ടങ്ങളും ഉണ്ടെങ്കിൽ അത് ഡെബിറ്റ് ചെയ്യുന്നു. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പറഞ്ഞ അതുപോലെ തന്നെയാണ് ഇതിലും വരുന്നത്. അതുപോലെ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൽ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് നമുക്ക് കിട്ടും. ഇവിടെ അതിന് പകരമായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഒന്നില്ലെങ്കിൽ സർപ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഡെഫിസിറ്റ് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ സർപ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും അല്ലേ. എപ്പോഴാണ് സർപ്ലസ് കിട്ടുക? വെൻ ഇൻകം എക്സീഡ്സ് ഓവർ എക്സ്പെൻഡിച്ചർ. വരവ് ചെലവിനേക്കാൾ കൂടുകയാണെങ്കിൽ അത് സർപ്ലസ് ആയിരിക്കും. വരവ് ചെലവിനേക്കാൾ കൂടുകയാണ് കിട്ടുന്നത് സർപ്ലസ് ആയിരിക്കും. ബട്ട് വെൻ എക്സ്പെൻഡിച്ചർ എക്സീഡ്സ് ഓവർ ഇൻകം, ചെലവ് വരവിനേക്കാൾ കൂടുകയാണെങ്കിൽ എന്തായിരിക്കും കിട്ടുക? ഡെഫിസിറ്റ് ആയിരിക്കും കിട്ടുക. ചെലവ് വരവിനേക്കാൾ കൂടുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡെഫിസിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ പറഞ്ഞത് ഇത് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എങ്ങനെയാണ് ഇതിൽ വരിക? ഡെബിറ്റ് സൈഡ് ഉണ്ടാവും, അതുപോലെ ക്രെഡിറ്റ് സൈഡും ഉണ്ട്. 2 സൈഡ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എന്താ വരുന്നത്? എക്സ്പെൻഡിച്ചർ, ക്രെഡിറ്റ് സൈഡിൽ ഇൻകം. ഇത് തന്നെയായിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിലെ എക്സ്പെൻസുകളും ക്രെഡിറ്റ് സൈഡിലെ ഇൻകം. അതുപോലെ തന്നെ ഡെബിറ്റ് സൈഡിലെ എക്സ്പെൻഡിച്ചർ, ക്രെഡിറ്റ് സൈഡിലെ ഇൻകം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ്പെൻഡിച്ചർ 2 തരത്തിലുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതുപോലെ ഇൻകവും റവന്യൂ റെസിപ്റ്റും ഉണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റും ഉണ്ട്. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റവന്യൂ എക്സ്പെൻഡിച്ചർ മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉണ്ടാവുകയുള്ളൂ. ഓൺലി റവന്യൂ എക്സ്പെൻഡിച്ചർ ആർ റെക്കോർഡഡ്. റവന്യൂ എക്സ്പെൻഡിച്ചർ മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ അഥവാ എക്സ്പെൻഡിച്ചർ സൈഡിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ.
അതുപോലെ തന്നെ ഇൻകം സൈഡ് അഥവാ ക്രെഡിറ്റ് സൈഡിൽ ഓൺലി റവന്യൂ റെസിപ്റ്റ്സ് ആർ റെക്കോർഡഡ്. റവന്യൂ റെസിപ്റ്റ്, ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ടാവില്ല, റവന്യൂ റെസിപ്റ്റ് മാത്രം. അപ്പോൾ മനസ്സിലാക്കേണ്ടത് റവന്യൂ ഐറ്റം മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റി, റവന്യൂ ഐറ്റം മാത്രം. റവന്യൂ എക്സ്പെൻഡിച്ചർ ഡെബിറ്റ് സൈഡിലും റവന്യൂ റെസിപ്റ്റ് ക്രെഡിറ്റ് സൈഡിലും ഉണ്ടാകും. അങ്ങനെ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഒന്നില്ലെങ്കിൽ സർപ്ലസ് ആയിരിക്കും അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. സർപ്ലസ് ആണെങ്കിൽ എങ്ങനെ വരിക? വരവ് ചെലവിനേക്കാൾ കൂടുകയാണെങ്കിൽ സർപ്ലസ് ആയിരിക്കും, ചെലവ് വരവിനേക്കാൾ കൂടുകയാണെങ്കിൽ അത് ഡെഫിസിറ്റ് ആയിരിക്കും. സർപ്ലസ് ആയാലും ഡെഫിസിറ്റ് ആയാലും ഇത് എങ്ങോട്ടാണ് പോവുക? ബാലൻസ് ഷീറ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞ റൈറ്റ് ഉണ്ട്, ക്യാപിറ്റൽ ഫണ്ട്. സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ആഡ് ചെയ്യുന്നു, ഡെഫിസിറ്റ് ആണെങ്കിൽ ആ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് ലെസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഒരു കിട്ടുന്ന സർപ്ലസും ഡെഫിസിറ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ കുറിച്ച് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. ഇനി എന്തൊക്കെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഫീച്ചറായിട്ട് വരുന്നത് നോമിനൽ അക്കൗണ്ട്. ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, നോമിനൽ അക്കൗണ്ട് ആണ് എന്ത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? ഒരു റിയൽ അക്കൗണ്ട് ആയിരുന്നു. ഏത്? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ട് ആയിരുന്നു. അതേസമയം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇസ് എ നോമിനൽ അക്കൗണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെ വരവും റവന്യൂ റെസിപ്റ്റ്, അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറും വരവും അതുപോലെ ചെലവ് മാത്രമേ രേഖപ്പെടുത്തി വെക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇറ്റ് ഹാസ് നോ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ്. റവന്യൂ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല, ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ഓരോ വർഷവും കിട്ടുന്ന ഇതിൻ്റെ റിസൾട്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റിസൾട്ട് എന്താണോ, അല്ലെങ്കിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്, രണ്ടായാലും ആ വർഷത്തിലെ അവസാനം അത് ക്യാപിറ്റൽ ഫണ്ടിലോട്ട് പോകുന്നുണ്ട്. സർപ്ലസ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ ആഡ് ചെയ്യും, ഡെഫിസിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് ലെസ് ചെയ്യും. എന്തായാലും ആ വർഷം കിട്ടുന്ന റിസൾട്ട് ക്യാപിറ്റൽ ഫണ്ടുമായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബാലൻസ് ആയിട്ട് പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഒന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് അടുത്ത വർഷം ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ ഉണ്ടാവുകയില്ല. ക്ലിയർ? ഇനി അടുത്ത പോയിന്റ്, അടുത്ത ഫീച്ചറായിട്ട് പറയുന്നത് ഓൺലി റവന്യൂ ഐറ്റംസ് ആർ റെക്കോർഡഡ്. ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന റവന്യൂ ഐറ്റംസ് മാത്രമേ രേഖപ്പെടുത്തി വെക്കുന്നുള്ളൂ. ഓൺലി റവന്യൂ ഐറ്റംസ് ആർ റെക്കോർഡഡ്. ഇപ്പോൾ പറഞ്ഞു നമ്മളല്ലേ, റവന്യൂ ഐറ്റംസ് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസിപ്റ്റും. എക്സ്പെൻഡിച്ചർ സൈഡിൽ ഏത് എക്സ്പെൻഡിച്ചർ മാത്രമേ വരുള്ളൂ? റവന്യൂ എക്സ്പെൻഡിച്ചർ മാത്രമേ വരുള്ളൂ. റെസിപ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ഇൻകം സൈഡിൽ ഏത് മാത്രമേ വരുള്ളൂ? ഇൻകം സൈഡിൽ അല്ലെങ്കിൽ റെസിപ്റ്റ് സൈഡിൽ റവന്യൂ റെസിപ്റ്റ്സ് മാത്രമേ വരുള്ളൂ. അതിനർത്ഥം റവന്യൂ ഐറ്റം മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉണ്ടാവുകയുള്ളൂ. ക്യാപിറ്റൽ നാച്ചുറൽ ആയിട്ടുള്ള അഥവാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറോ ക്യാപിറ്റൽ റെസിപ്റ്റോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുകയില്ല, പരിഗണിക്കുകയില്ല. ഇനി അടുത്ത പോയിന്റ്, നാലാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ഓൺലി കറന്റ് ഇയർ റവന്യൂസ് ആർ ഇൻക്ലൂഡഡ്. കറന്റ് ഇയർ റവന്യൂസ് ആർ ഇൻക്ലൂഡഡ്. അഥവാ നമ്മൾ ഏത് വർഷത്തേക്കാണോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുന്നത് ആ വർഷത്തെ റവന്യൂ എക്സ്പെൻഡിച്ചറും ആ വർഷത്തെ റവന്യൂ റെസിപ്റ്റും മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ. അഥവാ നമ്മൾ ചെയ്യുന്ന വർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ വർഷം കിട്ടേണ്ട കാര്യങ്ങളും ആ വർഷം കൊടുക്കേണ്ട കാര്യങ്ങളും മാത്രമേ ഇതിലുണ്ടാവുള്ളൂ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏത് വർഷമാണോ ആ പർട്ടിക്കുലർ ഇയറുമായി ബന്ധപ്പെട്ട കിട്ടിയതും കൊടുത്തതും കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും എല്ലാം ഏതിലുണ്ടാവും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉണ്ടാകും. അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് പ്രൊവിഷൻസ് ആർ മെയ്ഡ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ്. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ പ്രൊവിഷൻസ് ഉണ്ടാകും. കാരണം നമ്മൾ പറഞ്ഞു ഏത് വർഷത്തേക്കാണോ ചെയ്യുന്നത് ആ വർഷം കിട്ടാനുള്ളതും ആ വർഷം കൊടുക്കാനുള്ളതും ആ വർഷം കിട്ടിയതും കൊടുത്തതും രേഖപ്പെടുത്തുന്നു പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അക്രൂഡ് ഇൻകം കിട്ടാനുള്ള വരവ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് മുൻകൂട്ടി അടച്ച ചെലവ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കൊടുക്കാനുള്ള ചെലവ്, അതുപോലെ തന്നെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് മുൻകൂട്ടി കിട്ടിയ വരവ്, ഇതെല്ലാം ഏതിലുണ്ടാകും എന്നാണ് പറയുന്നത്? എവിടെ ഉണ്ടാവും? ഇതെല്ലാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കും. ഇതെല്ലാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ
കാണിക്കും. അപ്പോൾ അതുപോലെ ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ് തുടങ്ങിയ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാവും. നമുക്ക് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പഠിച്ച സമയത്തിലെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ സാലറി എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും, എന്തെങ്കിലും ഇൻകം കിട്ടാനുണ്ടെങ്കിൽ അക്രൂഡ് ഇൻകം ആഡ് ചെയ്യും. അതുപോലെ ഇവിടെ ആ വർഷവുമായി ബന്ധപ്പെട്ട കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതൊക്കെ ഏതുണ്ടാവും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉണ്ടാകും. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി അതിലൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തരിക റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആയിരിക്കും. ആ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നായിരിക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഇനി നമുക്ക് പഠിക്കാനുള്ള ബാലൻസ് ഷീറ്റൊക്കെ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ആ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നാൽ അതിൽ നിന്ന് എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കേണ്ടത്? അപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാനിവിടെ ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും. ക്യാഷോ ബാങ്കോ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും, അതുപോലെ ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവും. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഗ്നോർ ദി ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് അവഗണിക്കുക, അഥവാ നിങ്ങൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്തുണ്ടാവില്ല? ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ ഉണ്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ അഥവാ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എന്തുണ്ടാവും? ഓപ്പണിംഗ് ബാലൻസോ ക്യാഷ് ആൻഡ് ബാങ്ക് ഉണ്ടാവും, അതുപോലെ ക്ലോസിംഗ് ബാലൻസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യുമ്പോൾ ആ ഓപ്പണിംഗ് ബാലൻസിനെ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഐഡൻറ്റിഫൈ ദ റവന്യൂ എക്സ്പെൻസസ്. ഐഡൻറ്റിഫൈ ദ റവന്യൂ എക്സ്പെൻസസ്. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യമായിട്ടുള്ള റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഏതൊക്കെ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ദ റവന്യൂ എക്സ്പെൻഡിച്ചർ, അതിൽ നിന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ ഏതാണ് എന്ന് തിരിച്ചറിയുക. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ എവിടെ നിന്നാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ കിട്ടുക? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിലുണ്ടാവും അല്ലേ. അവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. അതിൽ നിന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ മാത്രം എടുക്കുക. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആഡ് ചെയ്യണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ഓരോന്നായി എഴുതുന്നു. എന്തെങ്കിലും ആഡ് ചെയ്യാൻ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. പ്രീപെയ്ഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ലെസ് ചെയ്ത് കാണിക്കും. അത് നമുക്ക് വിശദമായിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, ഐഡൻറ്റിഫൈ ദി റവന്യൂ എക്സ്പെൻസസ് ഫ്രം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദി റവന്യൂ റെസിപ്റ്റ്സ്. അതുപോലെ തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസിപ്റ്റ് സൈഡിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ടാവും, റവന്യൂ റെസിപ്റ്റ് ഉണ്ടാവും. അതിൽ നിന്ന് ഏത് മാത്രം മതി നമുക്ക്? അതിൽ നിന്ന് റവന്യൂ റെസിപ്റ്റ് മാത്രം മതി നമുക്ക് എന്ത് ചെയ്യാൻ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യാൻ. അതുകൊണ്ട് അതിൽ നിന്ന് റവന്യൂ റെസിപ്റ്റ് എന്തൊക്കെയാണോ അത് മാത്രം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഓരോ റവന്യൂ റെസിപ്റ്റും അവിടെ എഴുതുക. ഓരോ റവന്യൂ റെസിപ്റ്റ് എഴുതുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അഥവാ അക്രൂഡ് ഇൻകം, എന്തെങ്കിലും ഇൻകം വരവ് കിട്ടാനുണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്യണം. എന്തെങ്കിലും ഇൻകം അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അഥവാ അക്രൂഡ് ഇൻകം, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് അത് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമുക്കറിയാം, നമുക്ക് അത് ക്യാപിറ്റൽ റെസിപ്റ്റും റവന്യൂ റെസിപ്റ്റും ഉണ്ടാവും. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ചെയ്യുമ്പോൾ നമുക്ക് ഏത് മാത്രം മതി? റവന്യൂ റെസിപ്റ്റ് മതി. അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ സൈഡിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്ത് മാത്രം മതി? റവന്യൂ എക്സ്പെൻഡിച്ചർ മാത്രം മതി. അടുത്തത് പറയാനുള്ളത് പ്രൊവിഷൻസ്. പ്രൊവിഷൻസ്, വി ഹാവ് ടു ഗിവ് ദ പ്രൊവിഷൻസ്. പ്രൊവിഷൻസ് നമ്മൾ പരിഗണിക്കണം. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് തുടങ്ങിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ പരിഗണിക്കണം. ഇനി ഒരു പോയിന്റ് പറയാനുള്ളത് ബാലൻസിങ് ഓഫ് ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇതിനെ ബാലൻസ് ചെയ്യുക. നമ്മൾ ലാസ്റ്റ് എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം അക്കൗണ്ട് ക്ലോസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ബാലൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതിനെ ക്ലോസ് ചെയ്യുകയാണ്. ആ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം ഇൻകം ഉണ്ട്, ഇൻകം സൈഡ് ഉണ്ട്, എക്സ്പെൻഡിച്ചർ സൈഡ് ഉണ്ട് അല്ലേ. ഒന്നില്ലെങ്കിൽ ഇൻകം സൈഡായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സൈഡായിരിക്കും കൂടുതൽ. നോർമലി ഇൻകം സൈഡായിരിക്കും കൂടുതൽ. രണ്ടും വരാം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം നമ്മൾ നോക്കുകയാണ്, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞ ശേഷം
ഏത് സൈഡാണ് കൂടുതൽ നോക്കുക. എന്നിട്ട് ഇൻകം സൈഡാണ് കൂടുതൽ, അഥവാ വരവ് സൈഡ് ചെലവ് സൈഡിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? സർപ്ലസ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു വരവ് സൈഡാണ് കൂടുതലെങ്കിൽ സർപ്ലസ് ആയിരിക്കും. നേരെ മറിച്ച് ചെലവ് സൈഡാണ് വരവിനേക്കാൾ കൂടുതലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഒന്നില്ലെങ്കിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. സർപ്ലസ് ആണെങ്കിൽ അത് നമ്മൾ ചെയ്യാൻ പോകുന്ന ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. ഡെഫിസിറ്റ് ആണെങ്കിൽ ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് ലെസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യം കൂടി നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നോക്കിയിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ടത് ഒന്നുകൂടിയും പറയുന്നു, ഓപ്പണിംഗ് ബാലൻസ് പരിഗണിക്കേണ്ട ആവശ്യമില്ല. മറ്റൊന്ന്, റവന്യൂ റെസിപ്റ്റ് ഏതൊക്കെയാണോ തിരിച്ചറിയുക അത് റെസിപ്റ്റ് സൈഡിൽ എഴുതുക. അതുപോലെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഏതൊക്കെ തിരിച്ചറിയുക അത് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതുക. അതുപോലെ തന്നെ പ്രൊവിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഗണിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ അത് നമ്മൾ ട്രീറ്റ് ചെയ്യണം. ലാസ്റ്റ് ബാലൻസ് ചെയ്യുന്ന കാര്യം സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇൻകം വരവ് കൂടുതലാണെങ്കിൽ സർപ്ലസ് ആയിരിക്കും, ചിലവാണ് കൂടുതലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് പ്രോബ്ലത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിർദ്ദേശങ്ങൾ എന്തുണ്ടെങ്കിലും അറിയിക്കുക. നന്ദി, നമസ്കാരം.